ഛത്തീസ്ഗഡിലുണ്ടായ ഏറ്റുമുട്ടലിൽ 31 ഭീകരരെ സൈന്യം വധിച്ചു. ബിജാപൂർ ജില്ലയിലെ ദേശീയ പാർക്കിന് സമീപമാണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടിയത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ 31 ഭീകരരെയാണ് വധിച്ചിട്ടുള്ളത്. കൂടുതൽ ഭീകരർക്കായുള്ള തിരച്ചിൽ അത് സമഗ്രമായി തന്നെ പുരോഗമിക്കുകയാണോ? അതിന് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലെ ഇന്ദ്രാവതി ദേശീയ പാർക്കിന് സമീപമാണ് ഇത്തരത്തിൽ സേനയും അതോടൊപ്പം സുരക്ഷാ സേനയും ഭീകരരുമായി ഏറ്റുമുട്ടിയിരിക്കുന്നതിലും ആദ്യഘട്ടത്തിൽ 12 ഭീകരരെയാണ് സൈന്യം വധിച്ചത് എന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 31 ഭീകരരെ വധിച്ചു എന്ന റിപ്പോർട്ട് ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കൊല്ലപ്പെട്ട 31 ഭീകരിൽ നിന്നും വലിയ രീതിയിലുള്ള ആയുധ ശേഖരവും പോലീസും ഒപ്പം സൈന്യവും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരാഴ്ചക്കിടെ 40ഓളം ഭീകരരെയാണ് ഈ മേഖലയിൽ മാത്രം, അതായത് ബിജാപൂർ മേഖലയിൽ മാത്രം സൈന്യം വധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ജനുവരി 31-ാം തീയതി ഈ മേഖലയിൽ തന്നെ 8 മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചിരുന്നു. എന്തായാലും കൂടുതൽ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മേഖലയിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സൈന്യവും അതോടൊപ്പം ഛത്തീസ്ഗഡ് പോലീസും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നേരത്തെ 4 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ പരിക്കേറ്റുള്ള 2 ജവാന്മാർക്ക് വീരമൃത്യു മരിച്ചു എന്നൊരു വിവരവും ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആതിര.